ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ മെസ്സേജ് അയച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് നമുക്കതിനെ ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യാം. അപ്പോൾ തിരിച്ച് നമ്മുടെ ഫോണിലോട്ട് ഒരു മെസ്സേജും കൂടെ വരും. അതായത് ആ ഉപകരണം ഇപ്പോൾ ഓണാണോ ഓഫാണോ എന്നുള്ള ഒരു മെസ്സേജും കൂടെ തിരിച്ച് നമ്മുടെ ഫോണിലോട്ട് വരും. ഇപ്പം മെയിൻ കമ്പോണൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ അഡ്രീനോ മൈക്രോ കൺട്രോളറാണ്, പിന്നെ ഒരു 5 വോൾട്ട് റിലേ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു GSM മൊഡ്യൂൾ കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സിം 800L എന്ന് പറഞ്ഞ GSM മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ നമുക്ക് പുറകിലൊരു സിം കാർഡ് സ്ലോട്ടുണ്ട്. ഇവിടെ നമുക്ക് സിം കാർഡ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ സംഭവങ്ങൾ. അപ്പോൾ ഇതിനകത്തോട്ട് ഈ അഡ്രീനിലോട്ട് നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. അതിന് നമുക്ക് ഈ കേബിൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ OTG കേബിൾ വെച്ച് കുത്തിയിട്ട് നമുക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നമ്മുടെ അഡ്രീനിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോണും OTG കേബിളും വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഈ കേബിളിലോട്ട് OTG കേബിൾ ഇങ്ങനെ കുത്തിയിട്ട് ഇത് നമുക്ക് ഫോണിൽ കുത്തിയിട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പം ഓൾറെഡി പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നമുക്കിതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 2 റിലേ ആണ്. ഇപ്പോൾ 2 റിലേക്ക് ഇത് പ്ലസ് VCC, അതായത് 5 വോൾട്ട് കൊടുക്കേണ്ട പിന്നും ഇതതിൻ്റെ ഗ്രൗണ്ട് പിന്നുമാണ്. ഇത് നമുക്ക് നേരെ എടുത്തിട്ട് അഡ്രീനോൻ്റെ 5 വോൾട്ട് പിന്നിലോട്ടും ഗ്രൗണ്ടിലോട്ടും നേരെ കണക്ട് ചെയ്യാം. 5 വോൾട്ട് പിന്നിൽ ഞാൻ കണക്ട് ചെയ്തു. ഇത് നേരെ എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ട് പിന്നിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് രണ്ടെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഇത് ഈ റിലേനെ ഓണാക്കാനും ഓഫാക്കാനുമുള്ള പിന്നാണ്. ഇത് രണ്ടാമത്തെ റിലേനെ ഓണാക്കാനും ഓഫാക്കാനുള്ള പിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 8ാമത്തെയും 10ാമത്തെയും പിന്നിലോട്ടാണ്. അഡ്രീനോൻ്റെ 8ാമത്തെയും 10ാമത്തെയും ഇത് നമ്മൾ നേരെ എടുത്തിട്ട് 8ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യണം കേട്ടോ. മറ്റേതെടുത്തിട്ട് 10ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യണം. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് 10ാമത്തേത്, ഇത് 8ാമത്തേത്, ഇത് പ്ലസ് 5 വോൾട്ട്, ഇത് ഗ്രൗണ്ട്. ഇപ്പോൾ 2 അഡ്രീനോകളാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോഗ്രാമിൽ. 2 റിലേ ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോഗ്രാമിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ട് 3ഓ 4ഓ ഇഷ്ടമുള്ള അത്രയും റിലേ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 8ലോ 10ലോ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ആ റിലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് GSM മൊഡ്യൂളാണ്. അപ്പോൾ GSM മൊഡ്യൂൾ നമ്മൾക്ക് ഈ റെഡ് വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് 5 വോൾട്ടും ഈ മഞ്ഞ വയർ ഗ്രൗണ്ടുമാണ്. ഇത് RXD TXD എന്ന് പറഞ്ഞ പിന്നിലോട്ടാണ് നമ്മൾ ഇത് 2 സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണാം, നമുക്ക് ഈ നെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻറ്റിനെ സോൾഡർ ചെയ്യേണ്ട പിന്നാണ്. നമ്മളിതിൻ്റെ ഗ്രൗണ്ടും VCCയും എടുത്തിട്ട് നേരെ അഡ്രീനോൻ്റെ ഗ്രൗണ്ടിലോട്ടും VCCയിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ RX TX എന്ന് പറഞ്ഞ പിന്നാണ്. ഈ GSMൻ്റെ RX അഡ്രീനോൻ്റെ TXയിലോട്ടും ഇതിൻ്റെ TX അഡ്രീനോൻ്റെ RXയിലോട്ടുമാണ് കണക്ട് ചെയ്യേണ്ടത്. RX TX എന്ന് പറയുന്നത്, RX എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററും TX എന്ന് പറയുന്നത് റിസീവറുമാണ്. അപ്പോൾ ഇതിൻ്റെ RX TXയിലോട്ടും TX RXയിലോട്ടും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ സെറ്റപ്പ്. വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് സിമ്മ് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എയർടെലിൻ്റെ 4G സിമ്മാണ്. ഈ സംഭവം 2Gയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ 4G സിം ഇട്ടാലും അത് 2Gയിലേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളെല്ലാവരും എയർടെലിൻ്റെ സിം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ സിം 800L മൊഡ്യൂളിൽ വേറെ സിമ്മുകളൊക്കെ ഇട്ട് നോക്കി, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. എയർടെലിൻ്റെ 2G സിമ്മ് മാത്രമേ എയർടെൽ സിമ്മ് മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ 4G സിം ഇട്ടാൽ മതി, അത് 2Gയിൽ വർക്ക് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ സിം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു 2 പിന്നും ഒരു ഹോൾഡറും, അത് നേരെ ഒരു വയറ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറിൻ്റെ 2 വയറുണ്ട്. അപ്പോൾ അതിൽ ഒരു വയർ നമ്മളിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വയർ നമ്മൾ ഏതെങ്കിലും ഒരു റിലേൻ്റെ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇത് ആദ്യത്തെ റിലേയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളൊരു സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ റിലേയിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു വയറിനെ 2ആയിട്ട് മുറിക്കുക, എന്നിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് നമ്മളത് ഫസ്റ്റത്തെ റിലേൻ്റെ ഇതിലോട്ട് കണക്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ 4 വയറുള്ളത് 2 റിലേ ഉള്ളതുകൊണ്ടാണ്. ഒരു റിലേ ആണെങ്കിൽ 2 വയറേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ റിലേൻ്റെ നോർമലി കണക്റ്റഡ്, നോർമലി ഓപ്പൺ, അങ്ങനെ 2 പിന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഈ 2 വയർ ഔട്ട്പുട്ട് എടുക്കേണ്ടത് നോർമലി ഓപ്പൺ എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഓൺ ആവും ഓഫ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ സെറ്റപ്പ് ആക്കി. അപ്പോൾ ഹോൾഡറിൻ്റെ അറ്റത്ത് നമ്മൾ ജസ്റ്റ് ഒരു ബൾബ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം ഇതിൻ്റെ. അപ്പോൾ നമ്മൾ നമ്മുടെ 2 പിന്നും അതുപോലെ തന്നെ അഡ്രീനോൻ്റെ പവറും നേരെ കറണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 പിന്ന് നമ്മൾ നേരെ ബൾബിൽ നിന്ന് കൊടുത്ത ആ വയറാണ്. പിന്നെ ഈ അഡ്രീനോനിക്ക് 2 ആംപിയർ 5 വോൾട്ടിൻ്റെ ചാർജർ തന്നെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. കാരണം അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും 2 ആംപിയർ പവർ നിർബന്ധമാണ്. അപ്പോൾ 2 ആംപിയർ ചാർജർ നമ്മൾ എന്തായാലും ഉപയോഗിക്കണം. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ GSM മൊഡ്യൂളിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. അത് 3 സെക്കൻഡിൽ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുമ്പോൾ അത് സ്റ്റേബിൾ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ടുണ്ട്. 3 സെക്കൻഡിൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം റിലേ 1 and 2 ഈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ അതിൽ ഈ GSM-ൽ ഇട്ട സിമ്മെന്ന് നമ്മുടെ ഫോണിലോട്ട് മെസ്സേജ് വന്നതാണ്, റിലേ 1 and 2 ഇപ്പോൾ ഓഫാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ബൾബ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കാം. #A സ്റ്റാർ ഇത് നമുക്ക് സെൻഡ് ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചൊരു മെസ്സേജ് വരും. ഓക്കെ, റിലേ 1 ഇപ്പോൾ ഓണാണ്. ഇപ്പോൾ അത് ഓഫാക്കാൻ വേണ്ടിയിട്ട് #1 സ്റ്റാർ നമ്മൾ സെൻഡ് ചെയ്യാണ്.
ഓക്കെ, നമ്മുടെ റിലേ ഇപ്പോൾ ഓഫായിട്ടുണ്ട്. തിരിച്ച് നമുക്കൊരു മെസ്സേജ് വരും. ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട്, റിലേ 1 ഈസ് ഓഫ്. ഇനി നമുക്ക് രണ്ടാമത്തെ റിലേ ഓണാക്കാനായിട്ട് #B* എന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ റിലേയിൽ ലൈറ്റ് കണക്ട് ചെയ്തില്ല, പക്ഷെ ഒരു സൗണ്ട് കേൾക്കാം. ഓക്കെ, മെക്കാനിക്കൽ റിലേ കൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ മെസ്സേജ് തിരിച്ചു വരും. ഇനി അത് ഓഫാക്കാനായിട്ട് #2* സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മുടെ റിലേ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിലേൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇത് SMS വഴിയാണ് ഇത് വർക്ക് ചെയ്തത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ലോകത്ത് എവിടെ നിന്നും ഇത് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.